أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ, ആദരണീയരായ പണ്ഡിതന്മാരെ, സ്നേഹസമ്പന്നരായ സഹോദരങ്ങളെ, മാനവ സമൂഹം വ്യത്യസ്തങ്ങളായ ഭീതിതമായ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഭയത്തിൻ്റെ അവസരങ്ങൾ സമൂഹത്തിൽ പുതിയതായി സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ നിർഭയത്വത്തിൻ്റെ സന്ദേശമായി ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് കുവൈത്തിൻ്റെ പ്രവാസ ഭൂമികയിൽ അറിവിൻ്റെ അക്ഷരങ്ങളിലൂടെ പരിവർത്തനത്തിൻ്റെ പടഹധ്വനി മുഴക്കിയിട്ടുള്ള KKIC-യുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു സെമിനാർ 4 ദിവസങ്ങളിലായി വ്യത്യസ്ത പരിപാടികളിലൂടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചുറ്റുപാടിൽ തന്നെയാണ് കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകളെ വായിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രമേയത്തെയും ഇവിടെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. സഹോദരങ്ങളെ, ഹ്രസ്വമായ സമയത്തിനുള്ളിൽ വിപുലമായ ഒരു ആമുഖമില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ സംവിധാനം മ്യൂച്വാലിറ്റിയിൽ അഥവാ പാരസ്പര്യ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് എന്നത് ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ ശബ്ദം ആംപ്ലിഫൈ ചെയ്തുകൊണ്ട് നിങ്ങൾ കേൾക്കുന്നത് ഒരു ഇണതത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ്. നാം ആസ്വദിക്കുന്ന പ്രകാശവും നാം ആസ്വദിക്കുന്ന ഫാനിന്റെ കറക്കവുമെല്ലാം നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന കാന്തിക ധ്രുവത്തിന്റെയും ഇലക്ട്രോൺ പ്രോട്ടോൺ എന്ന ദ്വയങ്ങളുടെയും അതേപോലെ തന്നെ ജീവലോകത്താണും പെണ്ണുമാകുന്ന പരസ്പര പൂരകമായി വർത്തിക്കുന്ന ഘടകങ്ങളുടെയും പാരസ്പര്യ ബന്ധത്തിലൂടെയാണ് ഈ പ്രപഞ്ചം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കോടാനുകോടി നക്ഷത്രങ്ങൾ, താരാപഥങ്ങളുള്ള ഈ പ്രപഞ്ചത്തിൽ കൂട്ടിമുട്ടലുകളില്ലാതെ എല്ലാം വ്യവസ്ഥാപിതമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെ ബുദ്ധിയുള്ള മനുഷ്യന്റെ മുമ്പിലുള്ള യാഥാർത്ഥ്യമാണ്.
മനുഷ്യൻ സൃഷ്ടിച്ചിരിക്കുന്ന, മനുഷ്യൻ രൂപപ്പെടുത്തിയിട്ടുള്ള വസ്തുക്കളുടെ ലോകത്ത് സംഘട്ടനങ്ങളും കൂട്ടിമുട്ടലുകളും ഉണ്ടെങ്കിലും ഈ പ്രപഞ്ചമാകുന്ന പ്രവിശാലമായ അത്ഭുതങ്ങളുടെ കലവറയിൽ പാരസ്പര്യ ബന്ധം മാത്രമാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. മനുഷ്യ ബുദ്ധിയെ തൊട്ടുണർത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്ന ചോദ്യം 22-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിലൂടെ, അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജർ വദ്ദവാബു വകതീറും മിനൻ നാസ്. നീ കാണുന്നില്ലേ ഈ പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ഏകനായ സർവേശ്വരന്റെ മുമ്പിൽ സവിസ്തരം അത് പ്രണാമം അർപ്പിക്കുന്നു എന്നുള്ളത്. സപ്താംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നാഥന്റെ മുമ്പിൽ സമ്പൂർണമായി കീഴ്പ്പെട്ടുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളെല്ലാം ഉള്ളത്. അതൊരു കോശത്തിന്റെ അടിസ്ഥാന ഘടകത്തിന്റെ ഉള്ളറകളിലേക്ക് ചൊല്ലുന്നത് മുതൽ സൂക്ഷ്മവും സ്ഥൂലവുമായ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ എല്ലാം പിറകിൽ ഈ കണിശത നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ട്? അവയെല്ലാം സൃഷ്ടിച്ചതും സംവിധാനിച്ചതും ഊണും ഉറക്കവുമില്ലാത്ത, ന്യൂനതകളില്ലാത്ത, ദൗർബല്യങ്ങളില്ലാത്ത, ചാബല്യങ്ങളില്ലാത്ത, അതുല്യനും അജയ്യനും അന്യൂനനും അമരനുമായ ഏകനായ ശക്തിയാകുന്നു എന്നുള്ളത് കൊണ്ട് ആഴിയിലെ മത്സ്യങ്ങളെയും ആകാശത്ത് പാറി നടക്കുന്ന പറവകളെയും സുന്ദരമായ വനഭൂമികളിൽ, കട്ടാറുകളിൽ, കാനനങ്ങളിൽ വിരാജിക്കുന്ന കോടിക്കണക്കിന് സൃഷ്ടിജാലങ്ങളെയുമെല്ലാം അത്ഭുതകരമായി സംവിധാനിച്ച് അവയ്ക്കോരോന്നിനും അതാതിൻ്റെതായ പ്രജനന രീതികളും പ്രത്യുൽപാദന രീതികളും നിലനിൽപ്പിൻ്റെതായ ആദാന പ്രധാന വ്യത്യസ്തങ്ങളായ മാർഗങ്ങളുമെല്ലാം ഒരുക്കിക്കൊടുത്ത ഏകനായ നാഥൻ, അവന്റെ വിധിയെ അതിജീവിക്കാൻ മനുഷ്യനു സാധ്യമാകുന്നില്ല. ഞാനെന്ന ഭാവത്തിൽ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴും, എന്ത് ദൈവമെന്ന് ചോദിച്ച് അഹങ്കാരിയായി നടക്കുമ്പോഴും, 5 ലിറ്ററോളം വരുന്ന രക്തം നിരന്തരമായി പ്രവഹിച്ചു കൊണ്ടിരിക്കുന്ന തന്റെ ശരീരത്തിലെ അത്ഭുതങ്ങളുടെ കലവറയായ മസ്തിഷ്കത്തിലെ കോടിക്കണക്കിന് വരുന്ന രക്തലോമികയിൽ ഒരൽപ്പം സെക്കൻഡ് ഒരു ക്ലോട്ടിംഗ് ഉണ്ടായാൽ, ആ ക്ലോട്ടിംഗ് ഉണ്ടായതിന്റെ എതിർഭാഗത്തെ ശരീരഭാഗം മുഴുവൻ തളർന്നു പോകുന്നു, തകർന്നു പോകുന്നു. പ്രാഥമിക കാര്യം പോലും നിർവഹിക്കാൻ പരസഹായം ആവശ്യമായി വരുന്ന ദൗർബല്യത്തിലേക്ക് നീങ്ങുന്ന ദുർബലനായ മനുഷ്യ, ഒരൽപ്പ നിമിഷം ചിന്തിക്കുക, എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ യാഥാർത്ഥ്യം? അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ, അറിവിന്റെ സാഗരമായ വിശുദ്ധ ഖുർആൻ മനുഷ്യ ബുദ്ധിയോട് സംസാരിക്കുന്നു. ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നിനക്ക് ബോധ്യപ്പെടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അഫഗൈറ ദീനില്ലാഹി യബ്ഗൂൻ വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വൽ അർളി തൗഅൻ വകർഹാ വഇലൈഹി യുർജഊൻ. 3-ാമത്തെ അധ്യായം 83-ാമത്തെ വചനത്തിലൂടെ വിശുദ്ധ ഖുർആൻ അക്കാര്യം പഠിപ്പിക്കുന്നു. സ്വമേധയായോ അല്ലെങ്കിൽ നിർബന്ധിതമായോ സകല വസ്തുക്കളും സൃഷ്ടാവായ നാഥന്റെ കൽപ്പനയെ അംഗീകരിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് നിലനിന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നത്. അതുകൊണ്ട് നക്ഷത്രങ്ങളുടെ ലോകത്ത് കൂട്ടിമുട്ടലുകളില്ല, പക്ഷികളുടെ, മൃഗങ്ങളുടെ ലോകത്ത് പ്രശ്നങ്ങളില്ല, കലാപങ്ങളില്ല. അതെല്ലാം ഉള്ളത് എവിടെയാണ്? ബുദ്ധിയുള്ളവനെന്ന് അഭിമാനിക്കുന്ന 21-ാം നൂറ്റാണ്ടിന്റെ പുരോഗതിയുടെ ഔന്നത്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അഭിമാനിക്കുന്ന മനുഷ്യ ലോകത്താണ് പ്രശ്നമുള്ളത്. ആ മനുഷ്യനാണ് അന്യരാഷ്ട്രത്തുള്ളവൻ ഞങ്ങളുടെ രാഷ്ട്രത്തിലേക്ക് വരാൻ പാടില്ല എന്ന് പറയുന്നത്. ആ മനുഷ്യനാണ് തന്നെ പോലെ രക്തവും മജ്ജയും മാംസവുമുള്ള മറ്റൊരുത്തന്റെ വിരിമാറിലേക്ക് തോക്കുചൂണ്ടാൻ തയ്യാറാകുന്നത്. ആ മനുഷ്യനാണ് ആശുപത്രിയിൽ ഡോക്ടറായി വിരാജിക്കുമ്പോൾ തന്റെ മുന്നിലേക്ക് വരുന്ന പാവപ്പെട്ട രോഗിയുടെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി കൈക്കൂലി വാങ്ങുന്നത്. ആ മനുഷ്യനാണ് തന്റെ കൂടെ കഴിയുന്ന, തന്റെ കിടപ്പറ പങ്കിടുന്ന തന്റെ ഭാര്യയെ പോലും സ്വാർത്ഥമായ താല്പര്യത്തിനു വേണ്ടി കൊല നടത്താൻ തയ്യാറാകുന്നത്. അതുകൊണ്ട് എവിടെയാണ് മാർഗദർശനം ആവശ്യമായിട്ടുള്ളത്? മനുഷ്യന്റെ ലോകത്താണ്. എവിടെയാണ് മനുഷ്യന് ജീവിതത്തിലെ വെളിച്ചം ആവശ്യമായിട്ടുള്ളത്? അത് കൃത്യമായി പഠിപ്പിക്കുന്നു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ. ഭയമില്ലാത്തൊരവസ്ഥ നിനക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കണം. എങ്ങനെ? വീട്ടിൽ നിന്ന് താൻ വാങ്ങിക്കൊടുത്ത വസ്ത്രം ധരിച്ച്, താൻ നൽകുന്ന ഭക്ഷണം കഴിച്ച്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന നിന്റെ മകൾ, കലാലയത്തിലേക്ക് പോകുന്ന മകൾ പീഡിപ്പിക്കപ്പെടാതെ തിരിച്ചു വരുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം ഇവിടെ ഉണ്ടാകണമെന്ന് ആരാണ് ആഗ്രഹിക്കാത്തത്? നിയമസഭയിലേക്കും പാർലമെന്റിലേക്കും ഞാൻ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന, വോട്ട് ചെയ്ത് അയച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രതിനിധികൾ അഴിമതിയുടെ കറപുരളാത്തവരായി ഈ സമൂഹത്തിൽ സേവനം നടത്തണം എന്നാഗ്രഹിക്കുന്നവരായി ഇവിടെ ആരാണില്ലാത്തത്? എന്നാൽ എവിടെയും നമ്മൾ കാണുന്നത് തിന്മകളാണ്.
എവിടെയും നമ്മൾ കാണുന്നത് അക്രമങ്ങളാണ്, എവിടെയും നമ്മൾ കാണുന്നത് അരാജകത്വമാണ്. അവിടെയാണ് നിർഭയത്വത്തിന്റെ സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെടാം എന്നതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ ചില കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രാപഞ്ചിക രഹസ്യമാകുന്ന ഏകദൈവ ദർശനം, ഏകദൈവ ആരാധന, ആ സത്യമാർഗം കണ്ടെത്താൻ ഒരു മനുഷ്യന് സാധിച്ചാൽ അതാകുന്നു ജീവിതത്തിന്റെ സൗഭാഗ്യം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാകും ലിൽ ഈമാൻ ഇൻ കുൻതും സ്വാദിഖീൻ. അല്ലാഹു നിങ്ങൾക്ക് യഥാർത്ഥമായ ഈമാനിന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ നയിക്കുന്നത് അല്ലാഹു നൽകുന്ന അനുഗ്രഹമാകുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ നാഥൻ നൽകിയ ഭക്ഷണം കഴിച്ച്, ആ നാഥൻ നൽകിയ കാരുണ്യത്തിന്റെ ഭവനത്തിൽ ശാന്തമായി ഉറങ്ങി, ആ നാഥൻ നൽകിയ ജോലിയിലൂടെ വരുമാന മാർഗങ്ങൾ കണ്ടെത്തി, ആ നാഥൻ നൽകിയിരിക്കുന്ന സുന്ദരിയായ ഇണയിലൂടെ ദാമ്പത്യത്തിന്റെ മാധുര്യം നുകർന്ന്, അതിലൂടെ ലഭിച്ചിരിക്കുന്ന സുന്ദരമായ കുസുമങ്ങളാകുന്ന പിഞ്ചു കുഞ്ഞുങ്ങളുടെ കിളിക്കൊഞ്ചലുകൾ കണ്ടുകൊണ്ട് വളർന്ന് ജീവിതത്തിൽ ആനന്ദവും ആഹ്ലാദവും ആസ്വദിക്കുന്ന മനുഷ്യ, എന്തുകൊണ്ട് നിനക്കൊരു യാഥാർത്ഥ്യം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല? യഥാർത്ഥമായ സമാധാനം നൽകുന്ന, യഥാർത്ഥമായ നിർഭയത്വം നൽകുന്ന, പ്രശ്നങ്ങളുടെ പ്രഹേളികളിൽ ജീവിക്കുമ്പോഴും ശാന്തമായ ഒരു മനസ്സിന്റെ ഉടമയാകാൻ സാധിക്കുന്ന, ചറ്റക്കുടിലിൽ പട്ടിണി കിടക്കേണ്ടി വരുന്ന സന്ദർഭത്തിലും സമാധാനമുള്ള പ്രതീക്ഷയുള്ള ഒരു മനസ്സിനുടമയാകാൻ സാധിക്കുന്ന, തൊഴിലില്ലാതെ മണലാരണ്യത്തിലൂടെ അലയേണ്ടി വരുമ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകാതെ സമാധാനമുള്ള ഒരു ഹൃദയത്തിന്റെ ഉടമയായി മാറാൻ നിനക്ക് സാധിക്കുന്ന, നിന്റെ പിഞ്ചു കുഞ്ഞ് രോഗത്തിന് വിധേയമായി ലക്ഷക്കണക്കിന് രൂപ വിനിയോഗിക്കേണ്ടി വന്ന ചികിത്സ നടത്തേണ്ടി വരുമ്പോഴും നിരാശപ്പെടാത്ത ഒരു ഹൃദയത്തിന്റെ ഉടമയായി പ്രതീക്ഷയോടുകൂടി ജീവിക്കാൻ സാധ്യമാകും നിനക്ക് എങ്ങനെ? ഒരു വെളിച്ചം, ഒരു പ്രകാശം നീ കണ്ടെത്തേണ്ടിയിരിക്കുന്നുണ്ട്. ആ മാർഗമാകുന്നു നിർഭയത്വത്തിന്റെ, ആ മാർഗമാകുന്നു ഇസ്ലാം പഠിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന്റെ മാർഗം. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, 2-ാമത്തെ അധ്യായം 38-ാമത്തെ വചനത്തിലൂടെ വിലക്കപ്പെട്ട കനി ഭക്ഷിച്ചു എന്ന കാരണത്താൽ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ആദം അലൈഹിസ്സലാം, ആദിമ മനുഷ്യൻ ആദം അലൈഹിസ്സലാമും പ്രിയ പത്നിയും ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഘട്ടം പഠിപ്പിച്ചെടുത്ത് വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമൻ തബിയ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. നിങ്ങൾ ഒന്നിച്ചിവിടുന്ന് പുറത്തു പോകൂ, പക്ഷേ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്നിൽ നിന്നുള്ള ഒരു മാർഗദർശനം നിങ്ങൾക്ക് വന്നു ഭവിച്ചാൽ ആ മാർഗദർശനത്തെ ആര് പിൻപറ്റുന്നുവോ അവർ ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല. അഥവാ നിർഭയത്വത്തിൻ്റെതായ മാർഗം ഏതാണ്? ആ നാഥൻ പഠിപ്പിച്ചിരിക്കുന്ന മാർഗമാണ്. അതുകൊണ്ട് സ്വന്തം സമ്പാദിക്കുന്ന മാർഗം ഏതാകണം? ദാമ്പത്യമായ ജീവിതത്തിന്റെ സുഖാസ്വാദനങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടുന്ന മാർഗം ഏതാകണം? തൊഴിൽ മേഖലകളിൽ പാലിക്കേണ്ടുന്ന നിയമാവലികൾ ഏതായിത്തീരണം? സാമ്പത്തികമായ മേഖലകളിലും ജീവിതത്തിന്റെ ഏതേതു മേഖലകളാകട്ടെ, ഭരണനിർവഹണ മേഖലകളാകട്ടെ, കുടുംബ ജീവിതത്തിന്റെ, വ്യക്തി ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളാകട്ടെ, അവിടെയെല്ലാം നിനക്ക് പകർത്താനുള്ളത്, നിനക്ക് അംഗീകരിക്കാനുള്ളത്, നിനക്ക് കീഴ്പ്പെടാനുള്ളത് ആ ഏകനായ നാഥന്റെ നിയമമാകുന്നു. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ തുടർന്ന് പഠിപ്പിക്കുന്നു, ഭയത്തിൻ്റെതായ കാരണങ്ങൾ ആരാണ് സൃഷ്ടിക്കുന്നത്? നിങ്ങൾക്ക് അന്നം നൽകുന്ന റബ്ബല്ല, നിങ്ങൾക്ക് ജീവിത വിഭവങ്ങൾ നൽകിയിട്ടുള്ള ലോകത്തിന്റെ നാഥനല്ല നിങ്ങളുടെ മുമ്പിൽ ഭയത്തിന്റെ സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നത്. 4-ാമത്തെ അധ്യായം 79-ാമത്തെ വചനം, മാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിനല്ലാഹ് വമാ അസ്വാബക മിൻ സയ്യിഅത്തിൻ ഫമിൻ നാഥനിൽ നിന്നുള്ളതാണ്. ഏത് പ്രതിസന്ധികൾ, ഏത് ഭയത്തിന്റെ സാഹചര്യം നിങ്ങൾ അനുഭവിക്കുന്നുവോ അതിനാരാണ് കാരണം? നിങ്ങൾ തന്നെയാകുന്നു കാരണം, നിങ്ങൾ തന്നെയാകുന്നു കാരണം. അതുകൊണ്ട് ആ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ എന്ന് തെറ്റുന്നുവോ അന്ന് നിങ്ങളിലേക്ക് ഭയത്തിന്റെ സാഹചര്യം ഉണ്ടാക്കി തീരും. സൂറത്തു അൻആമിലൂടെ മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഈ യാഥാർത്ഥ്യമാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. സൂര്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതാണ് എന്റെ റബ്ബ് എന്ന് പഠിപ്പിക്കുകയും പറയുകയും ശേഷം അത് അസ്തമിച്ചു പോയപ്പോൾ അസ്തമിക്കുന്നത് എന്റെ നാഥനല്ല എന്ന് പറഞ്ഞ് ചന്ദ്രനെ ചൂണ്ടിക്കാണിച്ച് ഇതാകുന്നു എന്റെ റബ്ബ് എന്ന് പറഞ്ഞ് അത് അസ്തമിച്ച് നീങ്ങിയപ്പോൾ അല്ല
അസ്തമിക്കുന്നതൊന്നും എന്റെ നാഥനല്ല. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറ അസ്സമാവാതി വൽ അർള ഹനീഫൻ വമാ അന മിനൽ മുശ്രികീൻ. ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥന്റെ മുമ്പിൽ ഋജുമനസ്കനായി ഞാനിതാ സമർപ്പിക്കുന്നു. ഞാൻ ഒരിക്കലും അവരിൽ പങ്കുകാരനെ ചേർക്കുന്നവനല്ല എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പ്രഖ്യാപിക്കുന്നു. വഹജ്ജഹു ഖൗമുഹു. അങ്ങനെ അദ്ദേഹം തന്റെ ജനതയുമായി കൊണ്ട് ആശയ സംവാദം നടത്തുന്ന കാര്യം വിശുദ്ധ ഖുർആൻ സൂറത്തു അൻആമിലൂടെ പഠിപ്പിച്ചുകൊണ്ട് തുടർന്ന് 81-ാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നു. വകൈഫ അഖാഫു മാ അശ്റക്തും വലാ തഖാഫൂൻ അന്നകും അശ്റക്തും ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന. എങ്ങനെയാണ് നിങ്ങൾ പങ്കുചേർക്കുന്ന വസ്തുക്കളെ ഞാൻ ഭയപ്പെടുക? അല്ലാഹു അല്ലാത്തൊരു വസ്തുവിനെ, ഒരു ആരാധ്യ വസ്തുവിനെ ഭയപ്പെടാൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് സാധിക്കുക? നിങ്ങൾ ആ റബ്ബിൽ പലരെയും പങ്കു ചേർക്കുന്നു. എങ്ങനെ? ഒരു പ്രമാണവും നിങ്ങൾക്ക് വന്നു ഭവിക്കാതെ. ഫഅയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ. ഇവിടെ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന് നാഥന്റെ മാർഗം, തൗഹീദിന്റെ മാർഗം. മറ്റൊന്ന് നിങ്ങൾ ചെയ്യുന്ന ശിർക്കിന്റെ, ബഹുദൈവത്വത്തിന്റെ മാർഗം. സ്വന്തം കൈകൊണ്ട് ആരാധ്യ വസ്തുക്കളെ ഉണ്ടാക്കി ആരാധിക്കുന്ന, അല്ലെങ്കിൽ തന്നെ പോലെ രക്തവും മജ്ജയും മാംസവുമുള്ള മറ്റൊരാളെ, ബാബയെ ബീവിയെ തന്റെ ദൈവമായി സങ്കല്പിച്ച് ദർശന സുഖത്തിലൂടെ, സ്പർശന സുഖത്തിലൂടെ പലപ്പോഴും അനുയായികൾക്ക് സന്തോഷം നൽകുന്ന അത്തരത്തിലുള്ള മനുഷ്യ ദൈവങ്ങൾ. ഇതിന് ഈ രണ്ട് മാർഗങ്ങൾ, തൗഹീദിന്റെ മാർഗവും ഷിർക്കിന്റെ മാർഗവും തുല്യമാകുമോ? ഈ ബഹുദൈവത്വത്തിന്റെ മാർഗം എന്ത് നിർഭയത്വമാണ് നിങ്ങൾക്ക് നൽകുക? എന്നിട്ട് പറയുന്നു, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, വിശ്വസിച്ച ആളുകൾ. ഇവിടെ നാം മനസ്സിലാക്കേണ്ടുന്ന ഒരു യാഥാർത്ഥ്യം, ഈമാൻ എന്ന പദവും അംന് എന്ന പദവും ഒരേ പദത്തിൽ നിന്ന് നിഷ്പന്നമായിരിക്കുന്നതാണ്. അഥവാ വിശ്വാസത്തിലൂടെയാണ് ഒരാൾക്ക് നിർഭയത്വം ലഭിക്കുന്നത്. ആ കാര്യം പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന കാര്യം, വലം യൽബിസു ഈമാനഹും ബിളുൽം. ലുൽമുമായി ഈമാനിനെ നിങ്ങൾ കൂട്ടിക്കുഴക്കരുത്. യഥാർത്ഥ വിശ്വാസത്തിന്റെ കൂടെ ലുൽമ് കൂട്ടിച്ചേർക്കുന്ന അവസ്ഥ. ഏതാണ് ഏറ്റവും വലിയ ലുൽമ്? ഏറ്റവും വലിയ ലുൽമ്, അക്രമം എന്നത് അന്നം നൽകിയ, ആഹാരം നൽകിയ, പാനീയം നൽകിയ, ഭൂമിയെ നൽകിയ, സൂര്യനെ നൽകിയ, ജീവിതത്തിലെ സുഖാസ്വാദനങ്ങളെ നൽകിയ റബ്ബിൽ പങ്കാളികളെ വെക്കലാണ്. ആ നാഥൻ പഠിപ്പിച്ചതിന് വിരുദ്ധമായ അക്രമത്തിന്റെ വഴിയിൽ പ്രവേശിക്കലാണ്. അങ്ങനെ ലുൽമിനെ ഈമാനുമായി ആര് കൂട്ടിച്ചേർക്കുന്നുവോ അവന് ഭയത്തിന്റെ അവസ്ഥയാണ് ഉണ്ടായിത്തീരുക. യഥാർത്ഥമായ നിർഭയത്വം തൗഹീദ് മാത്രമാണ്. 39-ാമത്തെ അധ്യായം 36-ാമത്തെ വചനത്തിലൂടെ വീണ്ടും വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ചോദിക്കുന്നു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. തന്റെ അടിമക്ക് അല്ലാഹു പോരെ? അല്ലാഹു അല്ലാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളെ പേടിപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഷമീന എന്ന പാവപ്പെട്ട ഒരു പെൺകുട്ടി നജ്മ എന്ന ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് നദാപുരത്തിനടുത്ത എടച്ചേരിയിൽ ഒരു ചികിത്സാ രീതിയുമായി ബന്ധപ്പെട്ട് മരണത്തിന് വിധേയമായി തീർന്ന, അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണല്ലോ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് പ്രേരണയായി വർത്തിക്കുന്ന കാര്യം എന്താണ്? തന്റെ വിവാഹം മുടങ്ങാൻ ആരോ കാരണമാകുന്നു എന്നുള്ളത്, തന്റെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങൾക്ക് ആരോ കാരണമാകുന്നു എന്നത്. അള്ളാഹുവിനപ്പുറത്ത് മറ്റു പലതിനെയും ഭയപ്പെടുന്ന അവസ്ഥയാണ് ചൂഷണത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യനെത്താൻ കാരണം. അതുകൊണ്ട് അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അലൈസല്ലാഹു ബികാഫിൻ അബ്ദാ. തന്റെ അടിമക്ക് അല്ലാഹു പോരെ? അല്ലാഹു അല്ലാത്ത ആളുകളെ കുറിച്ച് അവർ നിങ്ങളെ ഭയപ്പെടുത്തുകയാണ്. ആ ഔലിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, ആ ബീബിയെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, ആ തങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട്, അയാളുടെ ഗുരുത്തക്കേടുണ്ടായാൽ ഇന്നിന്ന നിലക്കുള്ള ഭീതിതമായ അവസ്ഥ വരുമെന്ന് പറഞ്ഞു പേടിപ്പിച്ചുകൊണ്ട്, ഇല്ല, റബ്ബല്ലാത്ത ഒന്നിനെയും നിനക്ക് ഭയപ്പെടേണ്ടതില്ല. ഈ പ്രഖ്യാപനം ജീവിതത്തിൽ കർമ്മങ്ങളിലൂടെ, വിശ്വാസങ്ങളിലൂടെ പ്രഖ്യാപിക്കണം നീ. അതാകുന്നു തവക്കുൽ എന്ന് പറയുന്നത്. തവക്കുലിനോളം മനുഷ്യന് നിർഭയത്വം നൽകുന്ന ആശയം ഏതാണുള്ളത് സഹോദരങ്ങളെ? ഭൗതികതയാണ് മനുഷ്യനെ പലപ്പോഴും ഭയത്തിന്റെ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഒന്നാമതായി നമുക്കറിയാം, ഭൗതികമായ രംഗത്ത് ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള ഭയമാണ് മനുഷ്യനെ പിടികൂടുന്ന ഭയങ്ങളിൽ പ്രധാനം.
ഞാൻ സമ്പത്ത് ചെലവഴിക്കുന്നിടത്ത്, സമ്പത്ത് ദാനം ചെയ്യുന്നിടത്ത്, സമ്പത്ത് സമാഹരിക്കുന്നിടത്ത് സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. എന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ, എന്നെ ദാരിദ്ര്യം പിടികൂടുമോ? ഇവിടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് തുല്യതയില്ലാത്ത, ഉദാഹരണമില്ലാത്ത നിലക്ക് നൽകുമെന്ന അള്ളാഹു എന്റെ റബ്ബ് ഗനിയാണ്, ഞാൻ അവനെ സംബന്ധിച്ചിടത്തോളം ഫഖീറാണെന്ന് വിശ്വസിക്കുന്ന ആ റബ്ബ് 1-2 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്താനും മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റാനും സാധിക്കുന്നവനാണെന്ന് ജീവിതകാലത്തിലെ ഇന്നലകളിലെ അനുഭവങ്ങളിലൂടെ തിരിച്ചറിയാൻ സാധിച്ചവനാണ് ഞാനെങ്കിൽ എന്തിന് ഞാൻ ഭയപ്പെടണം? എന്റെ കടബാധ്യതകളെ കുറിച്ച് ഓർത്തുകൊണ്ട്, എന്റെ ജീവിതത്തിലെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികളെ കുറിച്ച് ഓർത്തുകൊണ്ട് ഞാൻ എന്തിന് ആത്മഹത്യയിലേക്ക് പോകണം? ഞാൻ എന്തിന് നിരാശയുടെ വാൽമീകത്തിനുള്ളിലേക്ക് ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കണം? ഇല്ല. ദാരിദ്ര്യത്തിന്റെ അവസ്ഥകളിൽ നിന്ന് മഹാനായ മൂസ അലൈഹിസ്സലാം മദിയനിലെ മരുഭൂമിയിൽ ആരോരും സഹായിക്കാനില്ലാതെ നാട്ടിൽ നിന്ന് ഓടിപ്പോരേണ്ടി വന്ന ഘട്ടത്തിൽ 2 പെൺകുട്ടികൾക്ക് ആടുകൾക്ക് നൽകാൻ വെള്ളം മുക്കിക്കൊടുത്ത ശേഷം ആ റബ്ബിന്റെ നേരെ പ്രതീക്ഷയോടുകൂടി നടത്തുന്ന ഒരു പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. മാറാൻ വസ്ത്രമില്ലാത്ത, നാളെ എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത, യാതൊരു വരുമാന മാർഗവും കയ്യിലില്ലാത്ത മദിയനിലെ മരുഭൂമിയിൽ നിസ്സഹായതയുടെ പരമകാഷ്ഠയിലെത്തി നിൽക്കുന്ന ഒരു യുവാവ്. ആ സന്ദർഭത്തിലാണ് നാഥന്റെ നേരെ കൈനീട്ടുന്നത്. فسقالهما ثم تولى الى الظل فقال رب اني لما انزلت الي من خير فقير. 2 പെൺകുട്ടികൾക്കും ആടുകൾക്ക് നൽകാൻ വെള്ളം മുക്കിക്കൊടുത്ത ശേഷം ഒരു തണലിലേക്ക് മാറിയിരുന്നു കൊണ്ട് റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ, നന്മയിൽപ്പെട്ട എന്തൊന്ന് നീ ഇറക്കി തന്നാലും അതൊക്കെ സ്വീകരിക്കാൻ മാത്രം ദരിദ്രനാണ് നാഥ ഞാൻ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന മൂസ എന്ന യുവാവ്. നിമിഷാർദ്ധങ്ങൾക്ക് ശേഷം നമ്മൾ കാണുന്നത് ആ 2 പെൺകുട്ടികളിൽ ഒരാളെ അദ്ദേഹത്തിന് ഭാര്യയായി ലഭിക്കുന്നു. ജോലിയില്ലാത്ത അദ്ദേഹത്തിന് ആടിനെ വെച്ച് ജോലി എന്ന ഒരു ജോലി അവിടെ ലഭിക്കുന്നു. വീടില്ലാത്ത അദ്ദേഹത്തിന്റെ മുമ്പിൽ സുരക്ഷിതത്വത്തിന്റെ ഭവനം ലഭിക്കുന്നു. കുടുംബമുണ്ടാകുന്നു, തൊഴിലുണ്ടാകുന്നു, സുരക്ഷിതത്വം ഉണ്ടാകുന്നു. സെക്കൻഡുകൾക്ക് മുമ്പ് മദിയനിലെ മരുഭൂമിയിൽ ഇതൊന്നുമില്ലാതിരുന്ന ഒരു യുവാവിന് എങ്ങനെ നിമിഷാർദ്ധങ്ങൾക്കുള്ളിൽ ഇതെല്ലാം ലഭിച്ചു? എന്തിന് വിശുദ്ധ ഖുർആൻ ഈ ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു? ദാരിദ്ര്യം നിന്നെ ഭയപ്പെടുത്തേണ്ടതില്ല. വനിയാകുന്നു നിന്റെ റബ്ബ്, അവനോട് ചോദിക്കുക, ഹലാലിന്റെ അധ്വാന മാർഗത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുക. രോഗമാണ് മനുഷ്യന്റെ മുമ്പിൽ ഭയം സൃഷ്ടിക്കുന്ന മറ്റൊരു പ്രധാന കാര്യം. രോഗമാണ് പലപ്പോഴും ആത്മഹത്യകളിലേക്ക്, ആത്മാഹുതികളിലേക്ക്, നൈരാശ്യത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട ഉമ്മു സായിബ റളിയല്ലാഹു തആല അൻഹായെ സമീപിച്ച് അവർ അൽഹുമ്മ പരിപാലിച്ചു എന്നെ, പനി എന്ന് പറഞ്ഞുകൊണ്ട് വേവലാതി കൊണ്ടിരുന്ന സന്ദർഭത്തിൽ അങ്ങനെ പറയരുത്, അത് നന്മയാണ്. പാപങ്ങൾ മായ്ക്കപ്പെടാൻ മരത്തിലെ ഇലകൾ കൊഴിഞ്ഞു പോകുന്ന പോലെ പാപങ്ങൾ മായ്ക്കപ്പെടാൻ രോഗം കാരണമാകുമെന്ന് പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രോഗത്തെ പോലും പോസിറ്റീവായി കാണാൻ, തന്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന നന്മകൾക്കുള്ള കാരണമാകുന്നു ഞാൻ ക്ഷമിച്ചാൽ, സഹിച്ചാൽ ഈ രോഗം എന്ന് വിശ്വസിക്കാൻ ഒരു മനുഷ്യനെ പഠിപ്പിക്കുന്ന പരിശുദ്ധ ഇസ്ലാം. അതേപോലെ തന്നെ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന മറ്റൊന്ന് ശത്രുവിനെ കുറിച്ചുള്ള ചിന്തയാണ്. അതുകൊണ്ടാണല്ലോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുരോഗതിയുടെ ഉത്തുംഗതയിലേക്ക് എത്തിയിട്ടും ഇന്ന രാഷ്ട്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് ആരും വരാൻ പാടില്ല എന്ന് പറയാൻ ചിലരെ പ്രേരിപ്പിക്കുന്നത്. ആ ഭയമാണല്ലോ എതിർ സംഘടനകൾക്കെതിരെ, എതിർ പാർട്ടികൾക്കെതിരെ, എതിർ മതവിഭാഗങ്ങൾക്കെതിരെ ആയുധ പരിശീലന കേന്ദ്രങ്ങൾ ആരംഭിക്കാനും ഇരുട്ടിന്റെ മറവിൽ പോലും യുവാക്കളുടെ ചോരയെ തിളപ്പിക്കുന്ന നിലക്കുള്ള പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും ആയുധത്തിന് മൂർച്ച കൂട്ടുന്ന പ്രവർത്തനങ്ങളും ഒക്കെ നടത്താൻ കക്ഷിഭേദമന്യേ വിവേകമില്ലാത്ത പലരെയും പ്രേരിപ്പിക്കുന്നത്. എന്നാൽ ശത്രുവിനെ കുറിച്ച ഭയം നിനക്ക് ആവശ്യമില്ല. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാൻ 139-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുന്നു, വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ, വിശ്വാസത്തിന്റെ മാധുര്യം നുകരാൻ സാധിക്കുന്ന സൗഭാഗ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെ ദൗർബല്യം കാണിക്കേണ്ടതില്ല, നിങ്ങൾ ഒരിക്കലും തന്നെ ദുഃഖിക്കേണ്ടതില്ല.
മാത്രമല്ല എത്ര കൊച്ചു സംഘങ്ങളാണ് വലിയ സംഘങ്ങളെ അതിജയിച്ചത്. എന്താണ് കാരണം? ആയുധ ശക്തിയല്ല, ആൾബലമല്ല, സാങ്കേതിക മികവല്ല, സാമ്പത്തികമായ സുസ്ഥിരതയല്ല. പിന്നെ എന്താണ്? ബദർ നൽകുന്ന പാഠം എന്താണ്? ഉഹദ് നൽകുന്ന പാഠം എന്താണ്? ഖന്തക്ക് നൽകുന്ന പാഠം എന്താണ്? വിശ്വാസത്തിന്റെ കരുത്താണ്, വിശ്വാസത്തിന്റെ ദൃഢതയാണ് വിജയത്തിന്റെ മാനദണ്ഡം. അവിടെ ശത്രുവിന്റെ എല്ലാ അസ്ത്രങ്ങളും എരിഞ്ഞില്ലാതാകുന്ന ഒരവസ്ഥയിലേക്ക് ഈമാൻ കാരണമാകുമെന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യം. പ്രകൃതി പ്രതിഭാസങ്ങളാണ് മനുഷ്യനെ ഭയപ്പെടുത്തുന്ന മറ്റൊന്ന്. കൃഷി ഇറക്കി വെള്ളം വന്ന്, മഴ വന്ന്, വരൾച്ച വന്ന് നഷ്ടപ്പെട്ടു പോയി നിരാശനാകുന്ന കർഷകൻ, പ്രിയപ്പെട്ട ഭാര്യക്ക് മക്കൾക്ക് രോഗം വന്ന് ചികിത്സ നടത്തി ലക്ഷങ്ങൾ വിനിയോഗിച്ച് നിരാശപ്പെട്ടു പോകുന്ന മനുഷ്യൻ. അവിടെ വേദഗ്രന്ഥം പഠിപ്പിക്കുന്നു വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശം, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽ ജൂഅ് വയഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. തീർച്ചയായും ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, ദേഹനഷ്ടങ്ങൾ കൊണ്ടും ധനനഷ്ടങ്ങൾ കൊണ്ടും കൈകനികളിലുള്ള നഷ്ടങ്ങൾ കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ. അത്തരം ഘട്ടങ്ങളിൽ സഹനം കൈക്കൊള്ളുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം ക്ഷമിക്കാനുള്ള കഴിവ്. അതുള്ള ആളുകൾക്ക് തീർച്ചയായും ഗുഡ് തിങ്സ് കം ടു ദോസ് ഹു വെയിറ്റ്. കാത്തിരിക്കുന്ന ആളുകൾക്ക് മാത്രമേ നന്മ വരുള്ളൂ. മനുഷ്യന്റെ പ്രത്യേകത എന്താ? മനുഷ്യൻ ധൃതിയാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്റെ തന്നെ സ്വഭാവം അതാണ്, ശീലം അതാണ്. കാത്തു നിൽക്കാൻ സമയമില്ലാത്തവൻ, വളഞ്ഞ വഴികളെ സ്വീകരിക്കുന്നവൻ. തിന്മയിലേക്കൊക്കെ മനുഷ്യൻ എത്തിപ്പെടാൻ കാരണം ഈ അക്ഷമയുടെ സ്വഭാവമാണ്. എന്നാൽ ക്ഷമിക്കുന്ന മനുഷ്യന്റെ മുമ്പിൽ പ്രതിസന്ധികളെല്ലാം നന്മയായി വരുമെന്ന സുവിശേഷമാണ് വിശുദ്ധ ഇസ്ലാം മനുഷ്യനെ പഠിപ്പിക്കുന്നത്. നിർഭയത്വം മനുഷ്യനെ പഠിപ്പിക്കുന്ന ഇസ്ലാം, വിശുദ്ധ ഖുർആനിന്റെ സന്ദേശം നിങ്ങളെ ഭയപ്പെടുത്തുന്നത് ആരാണ്? പിശാചാണ്. ഏത് സന്ദർഭങ്ങളിലും 3-ാമത്തെ അധ്യായം 173 മുതൽ 175 വരെയുള്ള വചനങ്ങളുടെ അവതരണ പശ്ചാത്തലം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഉഹദ് യുദ്ധത്തിൽ ഏറെ പരീക്ഷണങ്ങൾക്ക് ശേഷം വിജയം വരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ആ യുദ്ധം കഴിഞ്ഞ് പിരിഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാന്റെ പ്രഖ്യാപനം അടുത്ത വർഷം കാണാം, ബദറിൽ വെച്ച് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലയും സഹാബത്തും എല്ലാ നിലക്കും ഒരുങ്ങുന്നു. ബദറിൽ അവർ അടുത്ത വർഷം ഒരുമിച്ച് കൂടുന്നു. പക്ഷേ ശത്രു സംഘം വന്നില്ല. ആ ബദറിൽ വെച്ച് നിരവധി വരുന്ന വിപണന വസ്തുക്കൾ വാങ്ങി മദീനയിലേക്ക് തിരിച്ചുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാം ബദർ അല്ലെങ്കിൽ ചെറിയ ബദർ എന്ന പേരിൽ അറിയപ്പെട്ട, ശത്രു കടന്നു വരാൻ പോലും ധൈര്യം കാണിക്കാതെ മുസ്ലിം സൈന്യം വിജയാശ്രീലാളിതരായി മദീനയിലേക്ക് തിരിച്ചുപോയ ആ സംഭവം 3-ാം അധ്യായം 173-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നു. ആ ബദറിലേക്ക് വിശ്വാസികൾ പോകുന്ന സന്ദർഭത്തിൽ മുനാഫിക്കുകളായ കപടവിശ്വാസികളായ ആളുകൾ മുഅ്മിനുകളായ ആളുകളെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. ശത്രുവിന്റെ ആൾബലവും അവരുടേതായ സ്രോതസ്സുകളെയും കുറിച്ച് ഭയപ്പെടുത്തിക്കൊണ്ട് അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ. ജനങ്ങൾ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ യഥാർത്ഥ വിശ്വാസികൾക്ക് എന്താ സംഭവിച്ചത്? ശത്രു തങ്ങൾക്കെതിരെ ശക്തമായി നിലയുറപ്പിക്കുന്നുണ്ട് എന്ന വാർത്ത കേട്ടപ്പോ ഭയപ്പെട്ടു പോയതല്ല, അതവർക്ക് ഈമാൻ വർദ്ധിപ്പിച്ചു. എന്നിട്ട് വഖാലു ഹസ്ബുനല്ലാഹു വനിഅ്മൽ വകീൽ. അവർ പറഞ്ഞ വാക്കെന്താണ്? ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ ഞങ്ങളുടെ റബ്ബാകുന്നു എന്ന്. സഹോദരങ്ങളെ, ചരിത്രത്തിലെ ഒട്ടനവധി വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രകാശത്തിന്റെ ഗോപുരമായി നിലകൊള്ളുന്ന ചില ചരിത്ര യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ ചരിത്ര യാഥാർത്ഥ്യങ്ങളുടെ പ്രേരണ ഈ വാക്കായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഹസ്ബുനല്ലാഹ് വനിഅ്മൽ വകീൽ. ഞങ്ങൾക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ ഭരമേൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ റബ്ബാകുന്നു. ഈ തവക്കുൽ ഇന്ന് വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് പോലും പലപ്പോഴും ഒരു ഔപചാരികതയുടെ അല്ലെങ്കിൽ ഒരു അടയാളം മാത്രമായി അത് മാറുകയാണ്. ഡ്രൈവിംഗ് സീറ്റിനടികെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന തൂക്കിയിട്ടിരിക്കുന്ന ഒരു ബോർഡിൽ എഴുതിയിരിക്കുന്ന വാക്ക് തവക്കൽതു അലല്ലാഹ്. വീട്ടിലെ വാതിലിന്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു ബോർഡ് തവക്കൽതു അലല്ലാഹ് തിരിച്ചറിവിന്റെ ഒരു അടയാളം മാത്രമായി. എന്നാൽ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കേണ്ടുന്ന ആശയമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം ഈ ആശയത്തെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.
ഖുർആൻ പഠിപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം യുവത്വത്തിലേക്ക് കാലെടുത്തു വെച്ച ഘട്ടം, പിതാവിന്റെ പിന്തുണയും നാട്ടുകാരുടെ സഹായങ്ങളും ഒക്കെ ആവശ്യമായി വരുന്ന ഘട്ടത്തിൽ, എന്നാൽ തനിക്ക് ബോധ്യപ്പെട്ട സത്യം, പ്രപഞ്ച സത്യം, തൗഹീദ്, അല്ലാഹുവിന് മാത്രമാകണം ആരാധന, പ്രണാമങ്ങൾ എന്ന സത്യം, അതിനെതിരാണ് സ്വന്തം കൈകൊണ്ട് നിർമ്മിച്ച ബിംബങ്ങളെ വിറ്റ് അവയെ ആരാധ്യ വസ്തുക്കളായി സ്വീകരിക്കുന്ന പിതാവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തനം എന്ന് കണ്ടപ്പോ വീട് വിട്ടിറങ്ങിപ്പോരാൻ തയ്യാറായ ആദർശത്തിന്റെ ആൾരൂപമായ ഇബ്രാഹിം അലൈഹിസ്സലാം ഒരുക്കി കൂട്ടിയിരിക്കുന്ന അഗ്നിയിലേക്ക് എറിയപ്പെട്ടപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്ന് എന്താണ് അങ്ങേക്ക് വേണ്ടി ചെയ്യേണ്ടത്, റബ്ബ് നിയോഗിച്ചതാണ് എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ഹസ്ബിയല്ലാഹ് വനിഅമൽ വകീൽ, എനിക്ക് അല്ലാഹു മതി, കാര്യങ്ങൾ പരമേൽപ്പിക്കാൻ ഏറ്റവും മതിയായവൻ എന്റെ റബ്ബ് ആകുന്നു എന്ന് എരിയുന്ന അഗ്നിയുടെ വക്കത്ത് വെച്ചുകൊണ്ട് പ്രതികരിച്ച മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. സൗർ ഗുഹ എന്ന ഇടുങ്ങിയ അല്പം മാത്രം വികാസമുള്ള ആ ഗുഹയിലതാ ലോകത്തെ മാറ്റിമറിച്ച മഹാനായ വിപ്ലവകാരി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയുള്ളത് ആരാണ്? നിഴലെന്നോണം ആ പ്രവാചകനെ പിന്തുടർന്ന, വിശ്വാസത്തിന്റെ മാധുര്യം നുകരാൻ മാത്രമല്ല, അബൂബക്കറും ഫിൽ ജന്ന, അബൂബക്കർ നാളെ സ്വർഗത്തിലാണ് എന്ന സുവിശേഷം പ്രവാചകന്റെ നാവിലൂടെ കേൾക്കാൻ ഭാഗ്യം ലഭിച്ച മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ശത്രുക്കൾ ഗുഹാമുഖത്തെത്തുകയും ഒന്ന് കുനിഞ്ഞു നോക്കിയാൽ പ്രവാചകനെ കാണും എന്നുള്ള ആ നിമിഷത്തിലാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിക്കുന്നു, നമ്മൾ രണ്ടുപേർ മാത്രമല്ലേ ഇവിടെയുള്ളൂ പ്രവാചകരെ? റസൂലുള്ളാഹിയുടെ മറുപടി വിശുദ്ധ ഖുർആൻ ചിത്രീകരിക്കുന്ന അരങ്ങം, ഇദ് ഹുമാ ഫിൽ ഗാർ ഇദ് ഖാല ലിസ്വാഹിബിഹി ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, താങ്കൾ ദുഃഖിക്കേണ്ടതില്ല, നമ്മൾ രണ്ടുപേരല്ല ഇവിടെയുള്ളത്, ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ മഅനാ, ഇന്നല്ലാഹ മഅനാ. രോഗാതുരമായി തന്റെ 35 വർഷത്തെ കുവൈത്തിലെ സമ്പാദ്യം മുഴുവൻ ചികിത്സയ്ക്ക് വേണ്ടി വിനിയോഗിക്കേണ്ടി വന്നാലും നിരാശപ്പെടാത്ത മുഅ്മിൻ, ഇന്നല്ലാഹ മഅനാ. ഭാര്യക്കും മക്കൾക്കും രോഗമാകട്ടെ, കമ്പനിയിലെ 20 വർഷത്തെ ജോലി കഴിഞ്ഞ് കമ്പനി പിരിച്ചുവിടട്ടെ, നാട്ടിലെ സമ്പത്ത് വിൽക്കേണ്ടി വരട്ടെ, എന്തെന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇന്നല്ലാഹ മഅനാ, എന്റെ കൂടെ റബ്ബുണ്ട്. അടിമയെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ, ഭൗതിക സംവിധാനങ്ങളെ അതിലംഘിക്കുന്ന വിധത്തിൽ അടിമയെ ഏറ്റെടുക്കുന്നവനാകുന്നു റബ്ബ്. അഗ്നിയുടെ സ്വഭാവം കരിക്കുക എന്നതാണെങ്കിൽ ആ സ്വഭാവത്തെ മാറ്റി ഇബ്രാഹിം അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയവനാകുന്നു റബ്ബ്. മത്സ്യവയറ്റിൽ അകപ്പെട്ട ഒരു മനുഷ്യൻ രക്ഷപ്പെടാൻ സാധ്യതയുടെ ഒരല്പ ശതമാനം പോലും ഇല്ലെങ്കിലും ആ മത്സ്യവയറ്റിൽ നിന്ന് യൂനുസ് അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയവനാകുന്നു ലോകത്തിന്റെ അധിപനായ റബ്ബ്. നിരാശപ്പെട്ടു പോകാമായിരുന്ന നിമിഷത്തിൽ മദിയനിലെ മരുഭൂമിയിൽ മൂസാ അലൈഹിസ്സലാമിനെ ഏറ്റെടുത്തവനാകുന്നു ലോകത്തിന്റെ രക്ഷകനായ റബ്ബ്. പൂർണ്ണ ഗർഭിണിക്ക് ഒരു പപ്പായ മരം പോലും പിടിച്ചു കുലുക്കൽ അസാധ്യമാണെന്നിരിക്കെ പിടിച്ചു നിൽക്കുന്ന ഈത്തപ്പന മരം പിടിച്ചു കുലുക്കൂ, നല്ല പഴുത്ത പാകമായ പഴം കിട്ടുമെന്ന് മറിയമെന്ന ഭക്തിയുടെ തങ്കക്കുടത്തിനോട് പ്രഖ്യാപിച്ചു പടച്ച തമ്പുരാൻ. പിടിച്ചു കുലുക്കിയപ്പോ അത് താഴെ വീഴുക മാത്രമല്ല, തിന്നുകൊള്ളൂ, കുടിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞ് ആസ്വദിച്ചുകൊള്ളൂ എന്ന് പറയുന്ന റബ്ബ്. അതെ, അള്ളാഹു ഏറ്റെടുത്താൽ പ്രാപഞ്ചിക നിയമങ്ങളെ പോലും അതിലംഘിക്കുന്ന വിധത്തിലാകുന്നു പടച്ച തമ്പുരാൻ നൽകുന്ന സുരക്ഷിതത്വം എന്നതാണ് ഈ തവക്കുലിന്റെ പാഠം പഠിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. ഈ നിർഭയത്വം ലോകത്തിന് ഒരു മനുഷ്യന് നൽകാൻ ഏതാദർശത്തിന് സാധിക്കും സഹോദരങ്ങളെ? ഏകനായ റബ്ബിലുള്ള വിശ്വാസമല്ലാതെ. പക്ഷേ അവിടെ മനുഷ്യനെ പിഴപ്പിക്കുന്നത് ആരാണ്? പിശാചാകുന്നു, തിന്മയുടെ കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് യഥാർത്ഥ നിലക്ക് വിശ്വാസത്തിന്റെ മാധുര്യം നുകരുന്ന ഒരു മനുഷ്യന് മാത്രമേ നിർഭയത്വം ആസ്വദിക്കാൻ സാധിക്കുകയുള്ളൂ. ജീവിതത്തിൽ എവിടെ ഇസ്ലാം ഉണ്ടോ അവിടെ നിർഭയത്വമുണ്ട്. ജീവിതത്തിൽ എവിടെ ഇസ്ലാം നഷ്ടപ്പെടുന്നുവോ അവിടെ ഭയത്തിന്റെ സാഹചര്യം ഉണ്ടാകും. ഈ പോയ ദിനങ്ങളിൽ കേരളത്തിലെ ചാനലുകളിൽ ഏറ്റവും വലിയ ചർച്ച എന്താണ്? ഒരു സിനിമാ നടിയുടെ നേരെ നടന്ന കയ്യേറ്റമാകുന്നു. അതിന്റെ കാരണങ്ങളെ കുറിച്ച് ചർവണം നടത്തിയ സന്ദർഭത്തിൽ അമുസ്ലിങ്ങളായ ചില എഴുത്തുകാർ പോലും അംഗീകരിച്ചൊരു യാഥാർത്ഥ്യമുണ്ട്. ചലച്ചിത്ര മേഖലയിൽ ഇന്ന് പിടികൂടിയിരിക്കുന്ന അധർമ്മത്തിന്റെ പേക്കൂത്തുകൾ,
മനുഷ്യന്റെ ജീവിതത്തിന്റെ പോലും അടിസ്ഥാന ലക്ഷ്യം കേവലം സെക്സ് ആണെന്ന തുണിയുരിഞ്ഞ സംസ്കാരം കൈമാറലാണെന്ന നിലക്കുള്ള ഈ ആധുനിക കാലഘട്ടത്തിലെ ചലച്ചിത്ര പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ഇരുളിന്റെ മറവിൽ മാത്രമല്ല, വൃത്തികേടുകൾ ഇന്ന് പടർന്നുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മദ്യത്തിന്റെയും മയക്കുമരുന്നുകളുടെയും വിപണനങ്ങളും അത്തരം രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി വരുന്ന സാമ്പത്തിക സ്രോതസ്സുകളുമൊക്കെ ഇന്ന് ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് സ്ത്രീക്ക് രാത്രി സമയത്ത് മാത്രമല്ല പകല് പോലും വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ സാധ്യമാകാത്തൊരവസ്ഥ ഉണ്ടായിത്തീർന്നു? അവിടെ ഇസ്ലാം പഠിപ്പിച്ചു. ഇസ്ലാം വളരെ കൃത്യമായി സ്ത്രീയുടെ മുമ്പിൽ വിശദീകരിക്കുന്നു എവിടെയാണ് ഒരു സ്ത്രീ സുരക്ഷിതമായി തീരുക. അവൾ ആദരിക്കപ്പെടുന്ന വസ്ത്രത്തിനുള്ളിലായി തീരണം. يا أيها النبي قل لأزواجك وبناتك ونساء المؤمنين يدنين عليهن من جلابيبهن ذلك أدنى أن يعرفن فلا يؤذين. സ്ത്രീ ആക്രമിക്കപ്പെടാതിരിക്കാൻ ഏറ്റവും ഉത്തമമാണ് അവളുടെ ശിരോവസ്ത്രങ്ങൾ മാറിടയത്തിലേക്ക് താഴ്ത്തിയിടുക എന്നത്. അന്യൻ ആസ്വദിക്കാൻ പാടുള്ളതല്ല തന്റെ ശരീരം, വിറ്റ് കാശാക്കാനുള്ളതല്ല തന്റെ ശരീരം, പരസ്യ പലകയിൽ വിപണന വസ്തുവാക്കപ്പെടാനുള്ളതല്ല സ്ത്രീയുടെ ശരീരം. ആ സ്ത്രീയുടെ ശരീരം അത് സംരക്ഷിക്കപ്പെടാനുള്ളതാണ്, അത് ആദരിക്കപ്പെടാനുള്ളതാണ്, അത് ഭർത്താവിന്റെ മുമ്പിൽ മാത്രം തുറന്നു വെക്കപ്പെടാനുള്ളതാണ്. ആ നിലക്ക് സ്ത്രീയുടെ വിഷയത്തിൽ ഇസ്ലാം പകർത്തപ്പെടുന്നുവോ ആധുനിക പ്രശ്നങ്ങൾക്ക് നമുക്ക് പരിഹാരം കാണാൻ സാധിക്കും. സാമ്പത്തിക രംഗത്തുള്ള പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? ഇസ്ലാമിലേക്കുള്ള തിരിച്ചുവരവ് മാത്രമാണ്. മനുഷ്യന്റെ മുമ്പിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മനുഷ്യന്റെ മുമ്പിൽ പ്രധാനമായി 3 പ്രതിസന്ധികളാണ് ഈ മേഖലകളിലൂടെയൊക്കെ കടന്നു പോയാലും ശേഷം അവശേഷിക്കുന്നത്. ഒന്ന് മരണമാകുന്ന പ്രതിസന്ധിയാണ്, ഭയത്തിന്റെ സാഹചര്യം. ആ ഭയത്തിന്റെ സാഹചര്യത്തിൽ പോലും പിടിച്ചു നിൽക്കാൻ സാധിക്കും ആർക്ക്? ഒരു വിഭാഗത്തിന് മാത്രം. ജീവിതത്തിലെ എല്ലാം നഷ്ടപ്പെടുത്തുന്നതാണല്ലോ സത്യത്തിൽ മരണമെന്ന് പറയുന്നത്. വർഷങ്ങളിലൂടെ സമ്പാദിച്ചെടുത്ത സമ്പത്ത് ഒരു തുണ്ടും കൊണ്ടുപോകാതെ 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിൽ വെക്കപ്പെടുന്നൊരവസ്ഥ. തനിക്ക് വേണ്ടി കമ്മിറ്റികൾ ഉണ്ടാക്കാനും തനിക്ക് വേണ്ടി സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനും വരെ മത്സരിച്ച ചികിത്സ നടത്തിയ ആളുകളും സ്നേഹവായ്പ കൊണ്ട് പൊതിഞ്ഞവരുമെല്ലാം എല്ലാവരും കൈവിട്ട് 6 അടി മണ്ണിൽ കൊണ്ടുപോയി വെക്കുന്ന സന്ദർഭം. ആ മരണത്തിൻ്റെതായ നിസ്സഹായതയുടെ ഏറ്റവും വലിയ നിസ്സഹായയുടെ നിമിഷം. അവിടെ നിർഭയത്വമുണ്ടാർക്ക്? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമൂ തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തി അല്ലതീ കുൻതും തുഅദൂൻ. എന്റെ റബ്ബ് അല്ലാഹുവാണെന്ന് പ്രഖ്യാപിക്കുകയും പിന്നീട് അതനുസരിച്ച് നേരെ ചൊവ്വേ ജീവിക്കുകയും ചെയ്ത ആളുകൾ അവർ ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. അല്ലാഹുവിന്റെ മലക്കുകൾ വന്നുകൊണ്ട് ആശ്വാസ വചനങ്ങൾ അവർക്ക് നൽകുമെന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ മനുഷ്യന്റെ പ്രതിസന്ധിയാകുന്നു ഖബർ എന്ന് പറയുന്നത്. ഇവിടെ താമസിച്ച മണിമാളികയിൽ നിന്ന് വ്യത്യസ്തമായി, ഇവിടെ നിർമ്മിച്ച രമ്യഹർമ്മ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, പുഴുക്കളരിക്കുന്ന ചരിഞ്ഞു കിടക്കാൻ സാധിക്കാത്ത ആ ഇടുങ്ങിയ ഏകാന്തമായ ലോകം ഖബർ എന്ന ആ ലോകം, അനന്തമായ കാലം കിടക്കേണ്ടി വരുന്ന ഖബർ എന്ന ലോകം. അവിടെ സമാധാനമുണ്ടാർക്ക്? നേരത്തെ പറഞ്ഞ നിലക്ക് ജീവിതത്തെ സമ്പൂർണമായി അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചവന്. റബ്ബ് അനുവദിച്ചത് മാത്രം തിന്നുകയും റബ്ബ് അനുവദിച്ചത് മാത്രം കുടിക്കുകയും റബ്ബ് അനുവദിച്ച നിലക്ക് മാത്രം ഭോഗിക്കുകയും റബ്ബ് അനുവദിച്ച നിലക്ക് മാത്രം സമ്പാദിക്കുകയും റബ്ബ് അനുവദിച്ച വഴിയിലൂടെ സഞ്ചരിക്കുകയും ആ സുന്ദരമായ തൗഹീദിന്റെ സന്ദേശം ലോകത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി രാപ്പകൽ അധ്വാനിക്കുകയും ചെയ്ത ആ അധ്വാനത്തിന്റെ വിയർപ്പ് കണങ്ങൾ നെറ്റിയിൽ നിലനിൽക്കുന്ന അവസ്ഥയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് വിട പറയാൻ സൗഭാഗ്യം ലഭിച്ചിട്ടുള്ള മഹാസൗഭാഗ്യവാനായ മനുഷ്യൻ, ആ ഇടുങ്ങിയ ഖബറിന്റെ ലോകം അവന്റെ മുമ്പിൽ വിശാലമായി തീരുന്നു. അത് ആശ്വാസത്തിന്റെ സുന്ദര കേന്ദ്രമായി മാറുന്നു. സ്വർഗീയ അനുഭൂതി കണ്ടുകൊണ്ട് നീണ്ട കാലം കിടക്കാനുള്ള ഏറ്റവും സുന്ദരമായ സമാധാനത്തിന്റെ ഒരു വീടായി അത് മാറുന്നു. അള്ളാഹു ആ സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമത്തേത് മനുഷ്യന്റെ മുമ്പിലുള്ള പ്രതിസന്ധിയുടെ ഘട്ടം പരലോകമാണ്. ജനിച്ച അതേ അവസ്ഥയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന, പരസ്പരം ഭാര്യയ്ക്ക് ഭർത്താവിനെയോ, ഭർത്താവിന് ഭാര്യയോ, പിതാവിന് മക്കളെയോ, മക്കൾക്ക് പിതാവിനെയോ, ബന്ധുക്കൾക്ക് ബന്ധുക്കളെയോ സഹായിക്കാൻ സാധിക്കാത്ത, നഫ്സി നഫ്സി എന്ന് പറഞ്ഞുകൊണ്ട് ഓരോരുത്തരും ആത്മരക്ഷാർത്ഥം അവിടെ നിന്നുകൊണ്ട് വേപത് കൊള്ളുന്ന ആ പ്രതിസന്ധിയുടെ നിമിഷം. അവിടെ ആർക്കാണ് രക്ഷയുള്ളത്? വഅൻദിരില്ലദീന യഖാഫൂന അൻ യുഹ്ശറു ഇലാ റബ്ബിഹിം ലൈസ ലഹും മിൻ ദൂനിഹി വലിയ്യും വലാ ശഫീൻ ലഅല്ലഹും യത്തഖൂൻ. ഒരു നിലക്കുള്ള സഹായം, ഒരു നിലക്കുള്ള ശുപാർശകനുമില്ലാത്ത
ആ ഒരു ദിനം തങ്ങളുടെ രക്ഷിതാവിങ്കലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഭയപ്പെടുന്നവർക്ക് ഈ ഉത്ബോധനം വഴി താക്കീത് നൽകുക എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. അതെ, ഏറ്റവും കൂടുതൽ ഹൃദയങ്ങളും കണ്ണുകളും ഒക്കെ അഞ്ചിപ്പോകുന്ന, എല്ലാം ഇളകി മറിയുന്ന ഭീതിതമായൊരു ദിവസം. ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നന്നാക്കാൻ സാധിക്കുന്നവർക്ക് അവിടെയും നിർഭയത്വത്തിന്റെ, സമാധാനത്തിന്റെ ഗേഹം, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനസ്സുകൊണ്ടും സങ്കല്പിക്കാൻ സാധിക്കാത്ത സുന്ദരമായ സ്വർഗീയാരാമം അല്ലാഹു സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ നിർഭയത്വത്തിന്റെ ആദർശം പട്ടിണി കൊണ്ട് ജീവിതത്തിന്റെ ദിനരാത്രങ്ങളെ കടന്നു പോകേണ്ടി വരുന്ന ഘട്ടത്തിലും സമാധാനമുള്ളതാണ് ഇസ്ലാം ഉൾക്കൊണ്ട അടിമയുടേത്. ഒരനുഭവം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നാട്ടിൽ ഒരിക്കൽ ബസ് യാത്ര ചെയ്യുന്ന സമയത്ത്, ദീർഘമായ ബസ് യാത്രയിൽ സമീപത്തിരിക്കുന്ന, വർഷങ്ങളായി പരിചയമുള്ള, എപ്പോഴും പുഞ്ചിരിച്ച് സംസാരിക്കുന്ന ഒരു സുഹൃത്ത്, അദ്ദേഹം ജീവിതത്തിന്റെ സ്വകാര്യതയുടെ ലോകത്തേക്ക് അല്പം കഴിഞ്ഞപ്പോൾ അനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് യാത്രയാണ്. അദ്ദേഹം പറഞ്ഞു, റഷീദ് സാഹിബ്, എൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയാണ്. എൻ്റെ ഭാര്യ ക്യാൻസർ രോഗിയാണെന്ന് മാത്രമല്ല, എൻ്റെ ഭാര്യയുടെ സഹോദരി കിഡ്നി രോഗിയാണ്. രണ്ടുപേരും എൻ്റെ സംരക്ഷണത്തിലാണ്. ഞാൻ താമസിക്കുന്നത് ഒരു വാടക വീട്ടിലാണ്. എൻ്റെ മകൻ ഒരു പ്രൊഫഷണൽ സ്ഥാപനത്തിൽ ഞാൻ ചേർത്ത് കോഴ്സ് പൂർത്തീകരിച്ചു. പക്ഷെ ഫീസ് അടയ്ക്കാൻ 60,000 രൂപ ബാക്കി വന്നതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. തൻ്റെ കീശയിൽ നിന്ന് കടത്തിന്റെ ബാധ്യതകളുടെ നീണ്ട ലിസ്റ്റ് അദ്ദേഹം എടുത്തു കാണിച്ചു. എന്നിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, ഇതൊക്കെയാണെങ്കിലും ശരി, ഭാര്യയ്ക്ക് രോഗമില്ലാത്ത, കഷ്ടപ്പാടില്ലാത്ത, ദാരിദ്ര്യമില്ലാത്ത ഒരു ലോകം വരാനുണ്ടല്ലോ എന്നതാണ് എനിക്കാകെയുള്ള പ്രതീക്ഷ എന്ന്. സഹോദരങ്ങളെ, പ്രശ്നങ്ങളുടെ നെരിപ്പോടിൽ ജീവിക്കുമ്പോഴും ഈ നിർഭയത്വവും ഈ സമാധാനവും ഇസ്ലാം പഠിപ്പിക്കുന്ന റബ്ബിനെ തിരിച്ചറിയുന്നതിലൂടെ അല്ലാതെ, ഇസ്ലാം പഠിപ്പിക്കുന്ന പരലോകത്തെ തിരിച്ചറിയലൂടെ അല്ലാതെ ആർക്കാണ് ലഭ്യമായി തീരുക? ഈ ചൂഷണമുക്തമായ ഏകദൈവ വിശ്വാസം, ചൂഷണമുക്തമായ സാമൂഹിക ജീവിതക്രമം. പക്ഷെ ഈ ഇസ്ലാമാണ് ഇന്ന് പലരുടെയും സമാധാനം കെടുത്തിയത്. ഈ ഇസ്ലാമാണ് ഇന്ന് പലരെയും ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. എന്തേ അതിന്റെ കാരണം? അതിന്റെ പ്രധാനമായ കാരണങ്ങൾ രണ്ടെണ്ണമാണ്. ഒന്ന്, ഇസ്ലാമിനെ നേർക്ക് നേരെ എതിരിടാൻ സാധിക്കാത്ത ആളുകൾ ഇസ്ലാമിന്റെ ലേബലിൽ രംഗത്ത് വന്നുകൊണ്ട് തീവ്രവാദമായി ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നു. രണ്ട്, ഇസ്ലാം തങ്ങളുടെ സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇസ്ലാമിനെ അവർ മീഡിയകളെ വിലക്കെടുത്തുകൊണ്ട് ഭീതിയുടെ മതമായി അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിന് കാരണങ്ങളുണ്ട്. കാരണം സാമ്രാജ്യത്വത്തെ സംബന്ധിച്ചിടത്തോളം മൂല്യങ്ങളുടെ വിഷയത്തിൽ ഒരേ ഒരു ആശയം മാത്രമേ അവർക്കുള്ളൂ: പ്രാഗ്മാറ്റിസം, പ്രായോഗികവാദം. Yesterday there were some values, today there are some values, tomorrow there will be some values. മൂല്യങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളുടെ താല്പര്യത്തിനനുസരിച്ചാണ്, അതൊരിക്കലും സ്ഥായിയല്ല. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ താല്പര്യത്തിന് ആര് വിഘാതമാകുന്നുവോ അവരെ നശിപ്പിക്കണം. ഇവിടെ ഈ ശക്തികളുടെ മുമ്പിലുള്ള തടസ്സം ഇസ്ലാമാണ്. കാരണം അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്ത്രീയുടെ സൗന്ദര്യം വിൽപ്പന ചരക്കാക്കലാണ്. അവിടെ ഇസ്ലാം തടസ്സമാണ്. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്ന പലിശ സംവിധാനമാണ്. ഇസ്ലാം അതിനെതിരാണ്. അവരുടെ സാമ്പത്തിക സ്രോതസ്സുകളിൽ പ്രധാനമായ ഒന്ന് തുറന്ന സെക്സ് ആണ്. ഇസ്ലാം അതിനെതിരാണ്. അതുകൊണ്ട് ഈ സമാധാനത്തിന്റെ, നിർഭയത്വത്തിന്റെ സുന്ദരമായ മതത്തെ ഭയത്തിൻ്റെതായ പ്രതിരൂപം സൃഷ്ടിച്ചുകൊണ്ട് സമൂഹത്തിൽ പരിചയപ്പെടുത്താൻ സാമ്രാജ്യത്വ ശക്തികളും അവർ വളർത്തിയെടുത്ത തീവ്രവാദ പ്രസ്ഥാനങ്ങളും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ മാധുര്യം, ഈ നിർഭയത്വത്തിന്റെ സന്ദേശം നാം അനുഭവിക്കുക, ആസ്വദിക്കുക. അതിന്റെ പ്രകാശം ഇതുപോലുള്ള നിരവധി പ്രോഗ്രാമുകളിലൂടെ, ദഅ്വ പ്രവർത്തനങ്ങളിലൂടെ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഞാനും നിങ്ങളും പങ്കാളികളായി തീരുക. ഇസ്ലാമിന് നേരെ ഉയർത്തപ്പെടുന്ന വിമർശനങ്ങളെ വസ്തുനിഷ്ഠമായി പഠിക്കുകയും സാധ്യമാകുന്ന നിലക്കുള്ള പ്രതികരണത്തിന്റെ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മുടെ ദൗത്യം നാം നിർവഹിക്കുകയും ചെയ്യുക. അള്ളാഹു സത്യം കൃത്യമായി ഉൾക്കൊള്ളാനും ആ സത്യം മുറുകെ പിടിച്ച് ജീവിക്കാനും സത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച് അതിലേക്ക് ആളുകളെ ദഅ്വത്ത് നടത്താനും എല്ലാ നിലക്കുള്ള തൗഫീഖും ആഫിയത്തും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലൻ നബി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.